all, welcome to my new video Travel with Neetu. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് ഒരു ആപ്പിൾ പിക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നെതർലാൻഡ്സിൽ ഹൗഡ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. ആംസ്റ്റർഡാമിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു 1 hour ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ആപ്പിൾ പിക്കിംഗ് പ്ലേസിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നെതർലാൻഡ്സിൽ സെറ്റിൽഡാണ്, അവരുടെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെയിൻ എൻട്രൻസിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൾ ട്രീസ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാഗ് കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആപ്പിൾസ് ആണ് നമുക്ക് പറിക്കാൻ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത് അവർ പറഞ്ഞത് ഈ ഒരു ഫ്ലാഗ് കുത്തി ഏരിയയിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് 2 തരത്തിലുള്ള ആപ്പിൾസാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം കുറച്ച് സോറായിട്ടുള്ള ഒരു ഇച്ചിരി പുളിയൊക്കെ ഉള്ള പോലത്തെ ഒരു ആപ്പിളും വേറെ ഒന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിളാണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ആപ്പിൾസ് ഉള്ള ഒരു ഏരിയ ആണിത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുള്ള ആപ്പിൾസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു 2-3 ലൈൻ മാത്രമാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ആപ്പിൾ പറിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം മറ്റുള്ള പല ലൈനിലും ആപ്പിൾസ് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് ആപ്പിൾ പിക്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് എൻട്രൻസ് ഫീ ഒന്നുമില്ല. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള ആപ്പിളൊക്കെ പറിച്ച് തിന്നാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആപ്പിൾസൊക്കെ പറിച്ച് കൊണ്ടുപോകാം. അപ്പോൾ അതിന് കിലോ കണക്കിനാണ് നമ്മൾ പൈസ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും സമ്മർ സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചെറി പിക്കിങ്, ആപ്പിൾ പിക്കിങ്, അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ്, ബ്ലൂബെറി, അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് പിക്കിങ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആപ്പിൾ പിക്കിങ്ങിന് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമ്മൾ പറിച്ച് തന്ന ആപ്പിൾസൊക്കെ നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു. അപ്പോൾ എൻ്റെ നെതർലാൻഡ്സിലെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും റേച്ചലിനെ, എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. അപ്പോൾ റേച്ചൽ ഇതിന് മുമ്പും ഇവിടെ ആപ്പിൾ പറിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടൈമാണ് റേച്ചൽ ഇവിടെ ആപ്പിൾ പിക്കിങ്ങിന് വരുന്നത്. അപ്പോൾ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ താഴത്തെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കുറേ ആപ്പിൾസ്. കൊച്ചു കൊച്ചു ട്രീസാണ് കേട്ടോ ഉള്ളത്. നമുക്ക് മേളിൽ നിന്നും താഴെ നിന്നും ഒരാളുടെ പൊക്കം, 1.5 ആളുടെ പൊക്കം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ എത്തിച്ച് പറിക്കാൻ പറ്റും. പിന്നെ ഈ 2 ലൈനിലും എല്ലാം പാകമായിട്ടുള്ള ആപ്പിൾസാണുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കടിച്ച് തിന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്കിത് ഫുള്ള് കഴിക്കാണ്ട് കളയാൻ പറ്റില്ല, കാരണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ലൈനിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ ആ ഒരു മധുരമുള്ള ആപ്പിൾസ് എന്ന് പറയണത്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മധുരിക്കുന്ന ആപ്പിൾസാണ്. അപ്പുറത്തെ സൈഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അച്ചാറിടാനൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ആപ്പിൾസൊക്കെ എടുത്തിട്ട് അച്ചാറിടാറുണ്ട്, നാട്ടിലാണെങ്കിലും ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഗ്രീൻ ആപ്പിൾസൊക്കെ കുറച്ച് പുളിയുള്ള ആപ്പിളൊക്കെ നമുക്ക് അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല മാങ്ങച്ചാറൊക്കെ ഇട്ട പോലെ ഇരിക്കും. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് പുളിപ്പും കുറച്ച് ചവർപ്പൊക്കെ ഉള്ള പോലത്തെ ആപ്പിൾസാണ് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇവിടെയായിരുന്നു. കാരണം ഇവിടുത്തെ ചില ആപ്പിളൊക്കെ പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ശരിക്കും ഒരു ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയാണ് ഒരെണ്ണം പറിച്ച് കടിച്ച് നോക്കിയത്. പക്ഷെ ഭയങ്കര മധുരമാണ്. അതുമാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മരത്തിൽ നിന്ന് പറിക്കുമ്പോൾ ഉള്ള ഒരു ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾ എന്ന് പറയില്ലേ, കഴിക്കാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള നല്ല പാകമായിട്ടുള്ള മൂത്ത് റെഡി ആയിട്ടുള്ള ആപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾസ് നമ്മൾ കഴിച്ചിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് ഒരു കൺട്രി സൈഡ് ആപ്പിൾസ് ഭയങ്കര ഇഷ്ടമാണ്. ഷോപ്പിലാണെന്നുണ്ടെങ്കിലും കൺട്രി സൈഡ് ഫ്രൂട്ട്സ് വരുമ്പോൾ ഞാൻ ഒരുപാട് വാങ്ങി കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ കാണുന്നതൊക്കെ നല്ല റെഡി ആയിട്ടുള്ള ആപ്പിൾസാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് അതുമ്പോൾ തൊടുമ്പോഴേക്കും അതങ്ങ് പറഞ്ഞു പോരും, അത്ര നന്നായിട്ട് റെഡി ആയിട്ടുള്ള ആപ്പിൾസാണ്. അപ്പോൾ ഈ ഒരു കൺട്രി സൈഡ് ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ ആൾക്കാരിങ്ങനെ ഫാമിലൊക്കെ നട്ട് വളർത്തുന്ന ഫ്രൂട്ട് ചെടികളിൽ നിന്നായിരിക്കും നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കിട്ടുക. അപ്പോൾ അത് കുറേ കൂടി ഫ്രഷ് ആയിരിക്കും. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പോലെ വേറൊരു കൺട്രിയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നൊന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി ഫ്രഷ് ആയിരിക്കും. അത് മാത്രമല്ല കുറേ കൂടി ചീപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ കിട്ടുന്നതാണ് എപ്പോഴും കൺട്രി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ബ്ലൂബെറി, ഇങ്ങനെ കുറേ ചെറീസ് ഉണ്ട് ഇവിടെ സമ്മർ സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കൺട്രി സൈഡിൽ നിന്ന് വരുന്നതും. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വീടുകളുടെ മുറ്റത്തും ആപ്പിൾ ട്രീസും പിയർ ഫ്രൂട്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ സമ്മർ സമയത്ത് വീടുകളിൽ ഇതുപോലത്തെ ചെറിയ തോട്ടങ്ങളും ഫ്രൂട്ട്സൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ സിറ്റി സൈഡിലും അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും സമ്മറിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇങ്ങനത്തെ ഫ്രൂട്ട് പിക്കിങ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആപ്പിൾ പിക്കിങ് ഡെഫിനറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
നമുക്ക് നല്ല കഴിച്ച് നോക്കിയിട്ട് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയ ആ ഒരു ആപ്പിളിൻ്റെ ചെടികളിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ മൂത്ത കുറേ ആപ്പിൾസ് പറിച്ചു കേട്ടോ. ഏകദേശം ഒരു 3-4 കിലോ ആപ്പിൾസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. വളരെ ചീപ്പാണ് കേട്ടോ. 1 കിലോ ആപ്പിൾ 2 യൂറോനാണ് ഇവരിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 10 യൂറോന് ഏകദേശം ഒരു 4-5 കിലോ ആപ്പിളോളം നമ്മൾ വാങ്ങിച്ചായിരുന്നു. അത് വളരെ ചീപ്പാണ് ഇവിടുത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഷോപ്പിൽ ചെന്നാൽ പോലും നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ കിട്ടും, പക്ഷേ ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഒരു ആപ്പിൾ ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ ഞങ്ങൾ കുറേ ആപ്പിൾ പറിച്ച് കഴിച്ചു, വിശപ്പ് മാറുന്ന രീതിയിൽ. പിന്നെ കുറേ നമ്മൾ നല്ലത് നോക്കി പറിച്ച് കവറിലിട്ട് വാങ്ങിച്ചു ഇവിടെ നിന്ന്. അപ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം സമ്മർ സീസണിൽ എപ്പോഴാണ് ഇതിവിടെ ഓപ്പൺ ആയിട്ടുള്ളതെന്ന്. ഈ ഒരു ആപ്പിളൊക്കെ ഇങ്ങനെ മൂക്കുന്ന സമയത്താണ് ഇവരുടെ സൈറ്റിലൊക്കെ പറയുക ഇങ്ങനെ ഈ ഡേറ്റ്സിൽ ഇത് ഓപ്പൺ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയം നോക്കി നമ്മളിവിടെ വരണം. അപ്പോൾ റെഡി ആയിട്ടുള്ള ആപ്പിൾസ് ട്രീസ് ഉള്ള ആ ഒരു ലൈൻ അവർ നമുക്ക് പറഞ്ഞു തരും. ഇതിന് ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ആപ്പിൾസ് എവിടെയാണുള്ളത് ആ ലൈനിലുള്ള ആപ്പിൾസൊക്കെ നമുക്ക് മൂത്തത് നോക്കിയിട്ട് നമുക്ക് കഴിച്ച് നോക്കി ഇഷ്ടപ്പെടുന്ന ട്രീന്നൊക്കെ നമുക്ക് ആപ്പിൾസ് പറിക്കാം കേട്ടോ. അപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നവരും അങ്ങ് അറ്റം വരെ നമുക്ക് ആപ്പിൾ ട്രീസ് ആണ് കാണാൻ പറ്റുക. കൊച്ചു കൊച്ചു മരങ്ങളാണ്, നമുക്ക് കയ്യെത്തിച്ച് പറിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റേ ഉള്ളൂ. നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി. ഈ ഒരു ആപ്പിൾ പിക്കിംഗ് പ്ലേസിൽ നമുക്ക് ഒരു എൻട്രി ഫീ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പൈസ തന്നെ നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. നമുക്ക് കുറേ കൂടി ഫ്രഷ് ആയിട്ടുള്ളതും പിന്നെ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആപ്പിൾസൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും സ്വന്തമായിട്ടും. പിന്നെ നമുക്ക് ചില മരത്തിലുള്ള ആപ്പിൾസ് നല്ല ടേസ്റ്റ് ഉണ്ട്, മൂത്ത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നിയാൽ അവിടെ തന്നെ നമുക്ക് പറിക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഫ്രഷ് ആപ്പിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടി വീക്കെൻഡിൽ ഇവിടെ റെഡി ആയിരിക്കുന്ന സമയത്ത്, അതായത് ഇവിടെ ആപ്പിൾസ് റെഡി ആവുന്ന സമയത്ത് വന്ന് പറിക്കാറാണ് പതിവ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ഫ്രൂട്ട് പിക്കിങ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറി പിക്കിംഗ് ഒക്കെ ബെർലിനിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്ലൂബെറി അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് പിയർ ഫുഡൊക്കെ കണ്ടായിരുന്നു നമ്മൾ, പക്ഷെ അതൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ പറിക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പിയർ ഫ്രൂട്ടിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വലിയ വലുപ്പത്തിലുള്ള ഫ്രൂട്ട്സ് കാണാൻ പറ്റും, പക്ഷെ ഇതൊന്നും പറിക്കാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മൂത്ത് പാകാവുന്ന സമയത്ത് ഇവരെ സൈറ്റിൽ നമുക്ക് ഈ ഒരു പിയർ ഫ്രൂട്ടിൻ്റെ പിക്കിംഗ് ഉണ്ടെന്നുള്ളത് പറയും. അപ്പോൾ ആ സമയത്ത് ഇവർ തരുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വരാം. ഇനി അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇനി ആപ്പിളിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, നമ്മളെല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൂടാണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ഫാമിൻ്റെ ഒരു ഏരിയ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതായത് ഇവിടെ ചെറിയൊരു ആടിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ റേച്ചലിന് ഇതിനെ ഭയങ്കര ഇഷ്ടമായിട്ട് റേച്ചൽ കുറച്ച് സമയം പുല്ലൊക്കെ കൊടുത്ത് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതുപോലത്തെ ഫാമിൽ കുറച്ച് ആടിനെയും അപ്പുറത്തെ സൈഡിലൊരു ചെറിയൊരു കോഴി ഫാമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നാട്ടിലെ കുട്ടികൾ ഈ ആടിനെയും കോഴീനെയൊക്കെ എപ്പോഴും കാണും, പക്ഷെ പുറത്ത് വളരുന്ന കുട്ടികൾക്ക് ഇതിനെയൊന്നും എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ലേ. കൂടുതലും കാർട്ടൂൺസിലും ടി വിയിലൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിൽ വരുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറേ കൂടി ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യാനും ഇങ്ങനത്തെ ആനിമൽസിനൊക്കെ കാണാനും അവർക്ക് കുറച്ച് ഫണ്ണൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു വർത്തി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതൊന്നും അങ്ങനെ ഒരു എൻട്രൻസ് ഫീ ഉള്ള ഒരു പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് നല്ലൊരു സമ്മർ ഡേ ഔട്ടിങ്ങും ആവും. അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു സമ്മർ ആക്ടിവിറ്റി ഫീലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വർത്തി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരും മുന്തിരി തോട്ടങ്ങളിലും വൈനാട്ടിലൊക്കെ പോകാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പം ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കവർ നിറച്ച് ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്തുള്ള ആപ്പിൾസ് ഇവിടുന്ന് എടുത്തായിരുന്നു കേട്ടോ. നല്ലതാണെന്ന് തോന്നിയോണ്ടാണ് നമ്മൾ എടുത്തത്. വന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് പറിച്ചത് മാത്രമല്ല, നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള കുറേ ആപ്പിൾ ഞങ്ങൾ എടുത്ത് 2-3 ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ആപ്പിൾ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഏകദേശം
ഏകദേശം ഒരു 2 മണിക്കൂറത്തോളം ആ ഒരു ആപ്പിൾ പിക്കിംഗ് ഏരിയയിലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെയിൻബോ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു കൊച്ചു വീഡിയോ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ജസ്റ്റ് വന്നത് ഇവിടുത്തെ ഒരു റെയിൻബോ കളർ ബിൽഡിംഗ് കാണാനാണ്. നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇവിടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കുറച്ച് സമയം ഈവനിങ്ങിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു അടിപൊളി ട്രാവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.